ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചില കെണികളിൽ വീണുപോയാൽ നിക്കറ് കീറിപ്പോകും. ഇന്ന് ആ ഒരു അവസ്ഥയിലാണ് അമേരിക്കയുള്ളത്. ഗസയിലെ ഇസ്രയേലിനെതിരായുള്ള ഹമാസിന്റെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന ഹൂത്തികൾ ഇസ്രയേലിനെ ആയുധവും പണവും സൈന്യവും നൽകി സഹായിക്കുന്ന അമേരിക്കയ്ക്ക് വൻ നഷ്ടങ്ങളാണ് സ്ഥിരമായി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നഷ്ടങ്ങളിൽ പെട്ടുപോയ ചെങ്കടലിൽ ഹൂത്തികളുമായി ഏറ്റുമുട്ടി തകർന്ന 2 യുദ്ധക്കപ്പലുകൾ പൊളിച്ചു മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. അതിൽ ആദ്യത്തേത് അമേരിക്കയുടെ നിമിറ്റ്സ് ക്ലാസ്സിലുള്ള CVN 68 എന്ന ഒരു യുദ്ധക്കപ്പലാണ്. ഈ കപ്പലിനെ ഈ വർഷം തന്നെ വിർജീനിയയിലെ നോർഫോക്ക് നേവൽ സ്റ്റേഷനിലേക്ക് മാറ്റി 2026 ഏപ്രിലോടുകൂടി ഡീകമ്മീഷൻ ചെയ്യാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതായത് ഹൂത്തികൾ പേരുകെട്ട ഈ യുദ്ധക്കപ്പലുകൾ ആക്രിയാക്കി മാറ്റി എന്നാണ് അർത്ഥം. ഇനി പൊളിച്ചു വിൽക്കാൻ കഴിയും. അമേരിക്കയുടെ കരുത്ത് തെളിയിക്കുന്ന പ്രധാന കപ്പലുകളിൽ ഒന്നായ CVN 68 എന്ന ഈ കപ്പൽ 1975 കമ്മീഷൻ ചെയ്ത് വെള്ളത്തിലിറക്കിയത്. 1990 കുവൈറ്റ് പിടിച്ചടക്കിയ സദ്ദാം ഹുസൈനെ നേരിടാൻ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോമിന്റെയും ഓപ്പറേഷൻ സതേൺ വാച്ചിന്റെയും ഭാഗമായി ഈ കപ്പൽ ഗൾഫ് യുദ്ധത്തിൽ സജീവമായ പങ്കാണ് വഹിച്ചിരുന്നത്. കൂടാതെ ആഗോള ഭീകരത എന്ന് അമേരിക്ക പേരിട്ട് വിളിക്കുന്ന പലയിടങ്ങളിലും പങ്കെടുത്ത ലോകത്തിലെ തന്നെ ഏറ്റവും ഭീമാകാരനായ ഈ കപ്പലിന്റെ വാർദ്ധക്യം ഹൂത്തികളെ കാരണം വളരെ ദുരന്തപൂർണമാണെന്നുള്ളതാണ് സത്യം. സാധാരണ 35-40 കൊല്ലം വരെയാണ് ഒരു യുദ്ധക്കപ്പലിന്റെ ആയുസ്. എന്നാൽ ഈ യുദ്ധക്കപ്പലിന്റെ തളർച്ചയില്ലാത്ത സേവനം പരിഗണിച്ചുകൊണ്ട് 2036 വരെയെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ 2023-24 ഹൂത്തികൾക്കെതിരെ ചെങ്കടലിൽ വിന്യസിക്കുന്നതോടെയാണ് ഈ കപ്പലിന്റെ കഷ്ടകാലം ആരംഭിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. ഈ നിമിറ്റ്സിൽ നിന്ന് FM-18 സൂപ്പർ ഹോണറ്റ് വിമാനം ഉപയോഗിച്ച് ഹൂത്തികളുടെ സൈനിക താവളങ്ങൾ, ഡ്രോൺ നിലയങ്ങൾ തുടങ്ങിയവ ആക്രമിച്ചതായി അമേരിക്ക അവകാശപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന് ശേഷം പിന്നീട് സംഭവിച്ചത് ഹൂത്തികളിൽ നിന്നുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ തടയാനാവാതെ ഈ കിളവൻ കപ്പൽ തീപിടിച്ച് പിന്തിരിഞ്ഞോടുകയായിരുന്നു. യുദ്ധക്കപ്പലുകൾക്ക് മിസൈൽ ആക്രമണം ഏറ്റാലും പെട്ടെന്ന് മുങ്ങാത്തത് കൊണ്ട് അന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ആധുനിക മിസൈലുകളുമായി മല്ലടിക്കാൻ കഴിയാത്ത റഡാർ സംവിധാനങ്ങളുമായി ഹൂത്തികളെ നേരിടാനെത്തിയ ഈ കപ്പൽ നേരിട്ട കനത്ത ആക്രമണത്തിന്റെ പരിക്കിൽ നിന്നും രക്ഷപ്പെടുത്താനാവാത്തതിനാൽ ഈ കപ്പൽ ഡീകമ്മീഷൻ ചെയ്യാനാണ് ഇപ്പോൾ അമേരിക്കയുടെ തീരുമാനം. ഈ കപ്പൽ ഡീകമ്മീഷൻ ചെയ്ത് കേടുപാടുകൾ സംഭവിക്കാത്ത ഭാഗങ്ങളെടുത്ത് മറ്റ് യുദ്ധക്കപ്പലുകൾക്കായി ഉപയോഗിക്കാനാണ് പുതിയ തീരുമാനം. വിർജീനിയയിലെ നോർഫോക്ക് നേവൽ സ്റ്റേഷനിലേക്ക് അതുകൊണ്ട് ഈ കപ്പൽ ഉടൻ തന്നെ മാറ്റുന്നതാണ്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് ഐസൻഹോവർ എന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുമുള്ളത്. 2023 നവംബർ മുതൽ 2024 മാർച്ച് വരെയാണ് ചെങ്കടലിൽ ഈ കപ്പൽ സേവനമനുഷ്ഠിച്ചിരുന്നത്. നിമിറ്റ്സ് CVN 68 സഹായിക്കാനാണ് ഈ ഐസൻഹോവർ ചെങ്കടലിലെത്തിയത്. എന്നാൽ നിമിറ്റ്സിനെ പോലെ തന്നെ ഐസൻഹോവറിനെയും ഹൂത്തികൾ ആക്രമിച്ച് അതിമാരകമായി പരിക്കേൽപ്പിച്ചതിനാൽ ഈ കപ്പലും തീപിടിച്ച് പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. ഇതും ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ആക്രിയായതിനാൽ നിമിറ്റ്സിന് ശേഷം ഐസൻഹോവറും പൊളിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. ഈ 2 കപ്പലും പൊളിക്കുന്നതിലൂടെ ചെങ്കടലിൽ അമേരിക്കയ്ക്ക് നേരിട്ട വൻ നഷ്ടത്തിന്റെ കണക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വലുതാണ്. യുദ്ധവും ആക്രമണങ്ങളും തുടരുമ്പോഴും ഇപ്പോഴും അമേരിക്കൻ നഷ്ടങ്ങൾ ചെങ്കടലിൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സേവന കാലാവധി കഴിഞ്ഞ കപ്പലുകൾ ഡീകമ്മീഷൻ ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ ഇറാനുമായി യുദ്ധം നേർക്കുനേർ എത്തി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഈ പ്രധാനപ്പെട്ട 2 യുദ്ധക്കപ്പലുകൾ പൊളിക്കാൻ തീരുമാനിക്കുന്നത് ഈ കപ്പലുകൾ അത്രയധികം ഉപയോഗശൂന്യമായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആരും പ്രത്യേക ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹൂത്തികൾ അമേരിക്കയുടെ 2 കൈകൾ തന്നെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അത്രയധികം ഭീമമായ നഷ്ടമാണ് അമേരിക്കയ്ക്ക് ഹൂത്തികൾ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെങ്കടലിൽ അമേരിക്കയുടേതായി 2 യുദ്ധക്കപ്പലുകളാണ് ഉള്ളത്. അതിലൊന്ന് ഹാരി എസ് ട്രൂമാനും മറ്റൊന്ന് കാൾ വിൻസനും. ഈ കാൾ വിൻസൻ ഈ അടുത്ത ദിവസം ചെങ്കടലിൽ എത്തിയതാണ്. ഇതിൽ ഹാരി എസ് ട്രൂമാന്റെ E2 കമാൻഡ് ആൻഡ് കൺട്രോളർ കഴിഞ്ഞ ദിവസം ഈ ഹൂത്തികൾ അടിച്ച് തകർത്തതിനാൽ ഈ കപ്പലിന്റെ കാര്യം അത്രയധികം കഷ്ടത്തിലായിരിക്കുകയാണ്. കമാൻഡുകൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായ ഈ കപ്പൽ ഇനി എന്ത് ചെയ്യും എന്നറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഇക്കാര്യം ഞാൻ കഴിഞ്ഞ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം കൂടി ഹൂത്തികളുടെ ആക്രമണമേറ്റ ഈ കപ്പലിനെ
കാര്യമായ തകരാറുകൾ ഏറ്റിട്ടുണ്ടെന്ന് ഇന്റർനാഷണൽ മീഡിയകൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും യുദ്ധക്കപ്പലായതുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഈ കപ്പൽ മുങ്ങാത്തത്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാവും ഉണ്ടാക്കുക. ഇനി മുങ്ങിയില്ലെങ്കിൽ പോലും ഇറാനുമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കപ്പലും പൊളിക്കാനായി നിമിറ്റ്സിന്റെയും ഐസൻഹോവറിന്റെയും പിന്നാലെ വിർജീനിയയിൽ എത്തും എന്നാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ മറ്റൊരു ഡ്രോൺ കൂടി ഹൂത്തികൾ വീഴ്ത്തിയപ്പോൾ സത്യത്തിൽ അമേരിക്കയുടെ നഷ്ടത്തിന്റെ ആഴം പിന്നെയും കൂടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികൾ നിരന്തരമായി ഈ നഷ്ടമുണ്ടാക്കുന്നതിനാൽ ചെങ്കടലിലെ കപ്പലുകൾക്കും അമേരിക്കൻ ഡ്രോണുകൾക്കും നേരെയുള്ള ആക്രമണം നിർത്തണമെന്ന് പോലും ഹൂത്തികളോട് ട്രംപിന് ആവശ്യപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ നിരന്തരമായി യമനെയും ഗസയെയും അമേരിക്കയും ഇസ്രയേലും കൂടി ആക്രമിക്കുന്നത് നിർത്തിയാലല്ലാതെ ചെങ്കടലിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും ഈ ഡ്രോണുകൾക്കും നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല എന്നാണ് ഹൂത്തികൾ പറയുന്നത്. അതിനിടെ US ബോംബിംഗ് ആക്രമണത്തെ അതിജീവിക്കാൻ ഹൂത്തികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തന്നെ വിശ്വസിക്കുന്നത്. യുദ്ധങ്ങൾ ജയിക്കാനുള്ള മാന്ത്രിക വടി വ്യോമശക്തിയല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ ഗസയെ പണ്ട് ഇസ്രയേലിന് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. ഹൂത്തികളെ സംബന്ധിച്ച് അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ നടക്കുമ്പോൾ ഗുഹകളിലും ബങ്കറുകളിലും ഒളിച്ചിരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും അവസാനിപ്പിക്കുക അല്ല നശിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഹൂത്തികളെ എങ്ങനെ പരാജയപ്പെടുത്തുമെന്ന് അമേരിക്കയ്ക്ക് യാതൊരു തിട്ടവുമില്ല എന്നുള്ളതാണ് വാസ്തവം. സമാധാനത്തിനായി ഐക്യരാഷ്ട്രസഭയിൽ കേസ് ഫയൽ ചെയ്യാനും അതിലൂടെ ഈ ഹൂത്തികളുടെ ആക്രമണങ്ങൾ നിർത്തിക്കാനും അമേരിക്കയ്ക്ക് കഴിയില്ല. അതിന് കാരണം ഈ ഹൂത്തികൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗമൊന്നുമല്ല. തന്നെയുമല്ല, അത് അമേരിക്കയ്ക്ക് കൂടുതൽ നാണക്കേട് ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.